നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. കെന്റിലെ മലയാളി വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട തദ്ദേശീയരായ കുട്ടികളെ പോലീസ് വിട്ടയച്ചു. ഡിസംബർ 3 വൈകിട്ട് സ്വിമ്മിങ്ങിന് ശേഷം വീട്ടിലേക്ക് പോകുകയായിരുന്ന കൗമാരക്കാരനായ മലയാളി വിദ്യാർത്ഥിയെ തദ്ദേശീയരായ 3 ചെറുപ്പക്കാർ ആക്രമിച്ചതായി ഇന്നലത്തെ ക്യൂ മലയാളം UK ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ പ്രകാരം 14, 16, 19 വയസ്സുള്ള 3 തദ്ദേശീയരായ കുട്ടികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ഇവർ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. സംഭവത്തെ തുടർന്ന് ആക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും 14, 16 വയസ്സുള്ള കുട്ടികളെ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ 19 വയസ്സുകാരനെ പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നു. ഡിസംബർ മാസത്തിൽ നേരത്തെ ഇരുട്ടാകുന്നത് മൂലം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പറയപ്പെടുന്നു. ആക്രമണത്തിന് ശേഷം ചികിത്സയിലായിരുന്ന മലയാളി വിദ്യാർത്ഥിയുടെ മുഖത്താണ് കൂടുതൽ പരിക്കുകൾ ഏറ്റിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായും 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുമെന്നും ക്യൂ മലയാളം UK ന്യൂസിന് റിപ്പോർട്ട് ലഭിച്ചു. ഇ-വിസ റോൾ ഔട്ട് ജനുവരി 1 നടന്നേക്കില്ല. നിരവധി പ്രശ്നങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇ-വിസ പ്രാബല്യത്തിൽ വരുത്താനുള്ള പദ്ധതി നീട്ടിവെക്കാൻ ഹോം ഓഫീസ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബ്രിട്ടനിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും അവകാശമുള്ളവർക്ക് അവരുടെ ഇ-വിസ ലഭിക്കുന്നതിന് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കഴിഞ്ഞേക്കില്ല എന്ന നിരവധി മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയതിന് ശേഷമാണ് ഇത്തരമൊരു ആലോചന. ഈ മാസം 31 മുതൽ ആളുകളുടെ ബ്രിട്ടനിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനുമുള്ള തെളിവായി ഇതുപോലെ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനും ഫിസിക്കൽ ബയോമെട്രിക് കാർഡുകൾക്കും പകരമായി ഇ-വിസ കൊണ്ടുവരാനായിരുന്നു സർക്കാർ ആലോചിച്ചിരുന്നത്. ബ്രിട്ടനിലുള്ളവരുടെ കൃത്യമായ കണക്ക് അറിയുന്നതിനും അവർക്കുമേൽ നിയന്ത്രണം ഉറപ്പിക്കുന്നതിനുമായി ഈ വിസ എന്ന നിർദ്ദേശം ആദ്യമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ മുൻ സർക്കാരിൻ്റെ കാലത്താണ്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുക, എമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്നിവയും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഈ വിസയ്ക്കായി അപേക്ഷിച്ചിട്ടും കിട്ടാതിരുന്ന നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നിരവധി പേർ തെരുവിലാകുമോ എന്നതിനെക്കുറിച്ചും ആശങ്കകൾ നിലനിന്നിരുന്നു. ഈ വിസ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കുന്നതിനാണ് ഇപ്പോൾ മൈഗ്രേഷൻ മിനിസ്റ്റർ സീമ മൽഹോത്ര ശ്രമിക്കുന്നതെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. യൂറോപ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയവുമായി നോട്ടിംഗ്ഹാം റോയൽസ്. വൂൾവർഹാംപ്ടണിൽ നടന്ന യൂറോപ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ നോട്ടിംഗ്ഹാം റോയൽസ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. ദേശീയ താരങ്ങൾ ഉൾപ്പെട്ട ശക്തരായ സ്കോട്ട്ലൻഡ് ടീം എഡിൻബറോയാണ് വിജയികളായത്. ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ മുതലായ ടീമുകളെ പരാജയപ്പെടുത്തി ഫൈനലിലെത്തിയ നോട്ടിംഗ്ഹാം സ്കോട്ട്ലൻഡ് ടീമായ എഡിൻബറോയോട് ഏറ്റുമുട്ടിയാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. മുൻ കേരള ടീം ക്യാപ്റ്റൻ മഷൂദിന്റെ നേതൃത്വത്തിൽ അഫ്സർ ജോയ്, ഖലീഫ, സുഹൈൽ, ജിത്തു, പ്രേം അഭിജിത്ത്, കിത്തു, മിഥുൻ നിർമ്മൽ, അഭിഷേക് അലക്സ് എന്നീ താരങ്ങളാണ് നോട്ടിംഗ്ഹാം റോയൽസിനു വേണ്ടി അണിനിരന്നത്. മാഞ്ചസ്റ്ററിലെ യൂത്ത് താരം അഭിഷേക് അലക്സ് ടീമിൽ ജോയിൻ ചെയ്തതോടുകൂടി ടീമിന് പുതിയ കരുത്തും ഉണർവുമുണ്ടായി. നിലവിലെ യുഗ്മ PROയും മുൻ നാഷണൽ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അലക്സ് വർഗീസിന്റെ മകനാണ് 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയായ അഭിഷേക് അലക്സ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വേൾഡ് കപ്പിനോടനുബന്ധിച്ചുള്ള സെലക്ഷൻ ട്രയൽസും ഉടനെ ഉണ്ടാകുന്നതാണ്. സ്കോട്ട്ലൻഡിൽ 2 കുട്ടികൾക്കുള്ള ആനുകൂല്യം ഒഴിവാക്കുമെന്ന് SNP. 2018 UK കൺസർവേറ്റീവ് ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ നയം യൂണിവേഴ്സൽ ക്രെഡിറ്റ്, ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് പേയ്മെന്റുകൾ ഒരു കുടുംബത്തിന് പരമാവധി 2 കുട്ടികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളെ ഇത് ബാധിക്കുകയും കുട്ടികൾ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിമർശകർ വാദിക്കുന്നത്. സ്കോട്ട്ലൻഡിലെ ധനകാര്യ സെക്രട്ടറി ഷോണ റോബിൻസണാണ് ബജറ്റിലെ പദ്ധതികൾ വെളിപ്പെടുത്തിയത്. 2017 ഏപ്രിലിന് ശേഷം ജനിച്ച 3ാമത്തെയോ തുടർന്നുള്ളതോ ആയ ഏതെങ്കിലും കുട്ടിക്ക് ആനുകൂല്യ പിന്തുണ ക്ലെയിം ചെയ്യുന്ന മാതാപിതാക്കളെ സാർവത്രിക ക്രെഡിറ്റിൽ പോളിസി തടയുന്നു. എല്ലാ പെൻഷൻകാർക്കും ശീതകാല ഇന്ധന പേയ്മെന്റുകൾ പുനരാരംഭിക്കുമെന്നും റോബിൻസൺ വാഗ്ദാനം ചെയ്തു. ആരോഗ്യ സംരക്ഷണ സ്ഥാപനത്തിലെ IT സംവിധാനങ്ങൾ താൽക്കാലികമായി വിച്ഛേദിച്ചു. മെഡ്വേ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ IT സിസ്റ്റം സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയതിനെ തുടർന്ന് രോഗികളുടെയും ജീവനക്കാരുടെയും ഡേറ്റ പരിരക്ഷിക്കുന്നതിനായി ഹെൽത്ത് കെയറിലെ കമ്പ്യൂട്ടറുകൾ വിച്ഛേദിച്ചു. രക്തപരിശോധന തുടങ്ങിയ സേവനങ്ങളെ ഇത് സാരമായി ബാധിച്ചേക്കാം. സംവിധാനം സാധാരണ നിലയിലെത്തിക്കാൻ IT ടീമുകൾ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഭർത്താവിനാൽ കൊല ചെയ്യപ്പെട്ട ഹർഷിത ബ്രെല്ലയുടെ സംസ്കാരം ഇന്ത്യയിൽ നടത്തി. നവംബർ 10 നോർത്താംപ്ടൺ ഷെയറിലെ കോർബിയിൽ വെച്ച് ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഹർഷിത ബ്രെല്ലയുടെ ഡൽഹിയിലെ വസതിയിൽ രംഗങ്ങൾ ആരുടെയും കണ്ണു നനയിക്കുന്നതായിരുന്നു. അന്ത്യയാത്രാമൊഴിയേകാൻ 100 കണക്കിന് ആളുകളാണ് ഡൽഹിയിലെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്.
ഈസ്റ്റ് ലണ്ടനിൽ കാറിന്റെ ഡിക്കിയിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം ബ്രിട്ടനിലാകെ കടുത്ത ഞെട്ടലുളവാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഹർഷിത ബ്രെല്ലയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതായി കണ്ടെത്തിയിരുന്നു. മൃതദേഹം കണ്ടെത്തുന്നതിന് 4 ദിവസം മുമ്പ് നവംബർ 10 വൈകുന്നേരം കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസ് കരുതുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കാറിന്റെ ഡിക്കിയിൽ ഈസ്റ്റ് ലണ്ടനിലെ ഇൽഫോർഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പങ്കജ് ലാംബയുമായുള്ള വിവാഹശേഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഹർഷിത ബ്രെല്ല UK-യിലെത്തിയത്. ഹർഷിത ബ്രെല്ലയുടെ ദാരുണമായ കൊലപാതകത്തിൽ ഭർത്താവ് പങ്കജ് ലാംബയെ പോലീസ് പ്രതി ചേർത്തിരുന്നു. എന്നാൽ 23 വയസ്സുകാരനായ ഇയാളെ ഇപ്പോഴും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.